NDA പ്രവേശനത്തിന് പിന്നാലെ പാലക്കാട് 2020-ൽ പ്രവർത്തകരുടെ കൂട്ടരാജി. ജനകീയ വികസന മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചവർ മുഴുവൻ 2020-ൽ നിന്ന് രാജിവെച്ചു. ജനകീയ വികസന മുന്നണിയായി തന്നെ തുടരാനാണ് ഇവരുടെ തീരുമാനം. ഷാരിഖ് നവാസ് ഉണ്ട് പാലക്കാട് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. ഷാരിഖ്, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? പാലക്കാട് മുൻപ് ജനകീയ മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ കൂട്ടത്തോടെ രാജിവെച്ചിരിക്കുന്നത്. 2020-ൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. സ്ത്രീകളും അതുപോലെ തന്നെ മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഒരു 30ഓളം പ്രവർത്തകരാണ് ഇപ്പോൾ 2020-ൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. NDAയിൽ പ്രവേശിച്ചതിൽ തുടർന്നുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇവർ രാജി അറിയിച്ചിരിക്കുന്നത്. NDA ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് NDA പ്രവേശന സമയത്ത് ഇവരോടൊന്നും, അതായത് പാർട്ടി പ്രവർത്തകരോടൊന്നും ഇത്തരത്തിൽ ഇത് കൂടി ആലോചിച്ചില്ല. BJPയുമായി സഹകരിക്കുന്ന കാര്യമൊന്നും ഇവരെ അറിയിച്ചിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇവർ ഇപ്പോൾ കൂട്ടത്തോടെ രാജിവെച്ചിട്ടുള്ളത്. ഇവർ മുൻപ് പ്രവർത്തിച്ചിരുന്ന ജനകീയ മുന്നണിയുമായി തന്നെ സഹകരിച്ച് മുൻപോട്ട് പോകാനാണ് തീരുമാനം. ഈ മുതലമട, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ പ്രവർത്തകർ രാജിവെച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ജനകീയ മുന്നണി, അതായത് ഇവർ മുൻപ് പ്രവർത്തിച്ചിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒപ്പം പ്രവർത്തിച്ചിരുന്ന ജനകീയ മുന്നണിക്കൊപ്പം തന്നെ തുടരാനാണ് ഇവരുടെ തീരുമാനം. ഉന്മേഷ്. ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.